ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊപ്പം വിളയൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പുലാശ്ശേരി വട്ടപ്പറമ്പിലെ ചെങ്കൽ കോറിയുടെ പ്രവർത്തനം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കൊപ്പം വിളയൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പുലാശ്ശേരി വട്ടപ്പറമ്പിലെ ചെങ്കൽ കോറിയുടെ പ്രവർത്തനം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് വിളയൂർ പഞ്ചായത്തിൽ മൈത്രി നഗർ തെക്കുമുറി ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. നടപടി ഉണ്ടാകുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി, വിളയൂർ പഞ്ചായത്തിലെ എടപ്പലം, തെക്കുമുറി, മൈത്രി നഗർ പ്രദേശവാസികൾക്കാണ് കോറിയുടെ പ്രവർത്തനം ഭീഷണി ഉയർത്തുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന കോറിക്ക് സമീപത്തായി മറ്റൊരു ചെങ്കൽ കോറി കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് അനുമതിയില്ലാതെയാണെന്നും നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിന്റെയോ മറ്റോ നിലവിലെ കോറിക്ക് പുറമെ വീണ്ടും ചെങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നതിൽ വലിയ ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. സംഭവം അറിഞ്ഞ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ചെങ്കല്ല് കോറിയിൽ നിന്നും വരുന്ന വലിയ വാഹനങ്ങൾ കടന്നുപോയി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡുകൾ പലതും തകർന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം അളവിൽ കവിഞ്ഞ രീതിയിൽ കോറിയിൽ നിന്നും കല്ലുകൾ പോകുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയത്. സ്ഥിതിഗതികൾ പ്രസിഡന്റ് ഉൾപ്പെടുന്ന സംഘം നേരിട്ട് വിലയിരുത്തി. പാത തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയം കോറി ഉടമകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കോറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ലെന്നും പ്രസിഡന്റ് ബേബി ഗിരിജ പറഞ്ഞു. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെയും കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയിലാണ് ഇന്നിവിടെ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ പിന്നിൽ കാണുന്ന ഈ കോറി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇവിടുന്ന് ഒരു ദിവസം 100 കണക്കിന് ലോഡ് ചെയ്ത ലോറികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പാതയോരങ്ങളിലൂടെ ലോഡുമായിട്ട് പോണത്. ഇപ്പം ഈ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട്, വാർഷിക പദ്ധതിയിൽ ഫണ്ട് വെച്ചിട്ടാണ് ഈ റോഡുകളൊക്കെ ജൽജീവൻ മിഷൻ കേടുവരുത്തിയ റോഡുകൾ അടക്കപ്പോൾ നമ്മൾ നേരെയാക്കിയത്. ആ നേരെയാക്കിയ റോഡിൽ കൂടെ കംപ്ലീറ്റ് 100 കണക്കിന് വാഹനങ്ങൾ പോയി റോഡൊക്കെ നാശമായി. ഒരു 3 മാസം 4 മാസം മുൻപേ ഞങ്ങളിവിടെ ഇതിൻ്റെ ആളുകൾ, ഈ കോറിയുടെ ആളുകളുടെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിക്കേണ്ടായി. നിങ്ങളൊന്ന് പഞ്ചായത്തിൽ വന്ന് കൃത്യമായി ഇത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരം. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ കയറി ഇവിടെ വരുന്നത് വരെ ഗ്രാമപഞ്ചായത്തിൽ വരികയോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയോ ഈ കോറിയുടെ ഉടമസ്ഥർ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരു തീരുമാനം ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യപ്രകാരം ഇനി അവർ വന്ന് സംസാരിച്ച് റോഡ് പണി നേരെയാക്കി തരിക, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിനി ഇവിടെ കോറി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു അരികിലുണ്ട് ഇപ്പോൾ ഒരു കോറി, എവിടുന്നറിയില്ല, പെട്ടെന്ന് പൊട്ടി മുളച്ചിട്ട്. അപ്പം അത് അധികൃതമായിട്ടല്ല. അപ്പം ആ കോറിയുടെയും ഒരു വിഷയം ഇവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ആളുകൾ പറയാം, നമുക്കറിയാം മഴ ഇങ്ങനെ പെയ്യണ സമയമാണ്. എന്തെങ്കിലും ഒരു ദുരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാലാണ് ഇതിൻ്റെ എല്ലാം പ്രത്യാഘാതം വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെയും ബാധിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും ഇന്നിപ്പോൾ ഈ മഴയത്തും ഇവിടെ ഇപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികളും എല്ലാവരും ഞങ്ങൾ ഈ മഴയത്തും ഇവിടെ കയറി വന്നിട്ടുള്ളത്. കോറി പ്രവർത്തിക്കുന്നത് ചളമ്പ്രക്കുന്നിന്റെ ഒരു ഭാഗത്തു കൂടിയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ചളമ്പ്രക്കുന്നിൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായതാണ്. പ്രദേശവാസികളെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിരുന്നു. 100 കണക്കിന് ആളുകൾ കുന്നിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട്.